ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇനി സലമ കച്ചവടം. അസ്ലമ ഇലൈഹി ബിലഹ്മി, ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി ഇദ്ദേഹത്തിലേക്ക് മാംസത്തിലായിട്ട് സലമ കച്ചവടം നടത്തി. അതായത് ദിമ്മത്തിലുള്ള വസ്തുവിനെ വസ്തു അറിഞ്ഞുകൊണ്ട് വിൽക്കുകയാണല്ലോ. അങ്ങനെ ഫജാഅ, ആ വ്യക്തി എന്തായി മാംസവുമായിട്ട് വന്നപ്പോ വഖാല മുസ്ലിമു, സലമ കച്ചവടം നടത്തിയാണ് പറഞ്ഞു, ഹാദാ ലഹ്മു മൈത്തത്തിൻ, ഈ മാംസം ഒരു ശവത്തിന്റെ മാംസമാണല്ലോ, അല്ലെങ്കിൽ ഔ മുദക്ക മജൂസിയും, ഒരു അഗ്നി ആരാധകൻ അറുത്തതാണല്ലോ, അതിന്റെ മാംസമാണെന്ന് പറഞ്ഞു. രണ്ടായാലും തിന്നാൻ പറ്റൂല. അതാണ് മുസ്ലിമിന്റെ വാദം. ഇവ അങ്കൽ മുസ്ലിമു ഇലൈഹി, ആരിലേക്കാണോ സലമ നടത്തിയത് അയാളോ മുസ്ലിം ഇലൈഹി. അപ്പൊ അയാൾ പറഞ്ഞു, അല്ലല്ല, ഇത് ശവത്തിൻ്റെതുമല്ല മജൂസ് അർത്ഥതുമല്ല. ഈ വരുന്ന തർക്കത്തിൽ ആരെ വാക്ക് സ്വീകരിക്കും? ഫൽ ഖൗലു, അപ്പോൾ വാക്കെടുക്കുക ഖൗലുൽ മുസ്ലിം അൽ ഖാബിദ്, ആരാണോ പിടിക്കുന്നത്, ആരാ വാങ്ങുന്നത്, ആ ഖാബിദായ മുസ്ലിമിന്റെ വാക്കാണോ, അപ്പൊ തട്ടിവിടും. അപ്പൊ സ്വീകരിക്കൂല. മുസ്ലിം ഇലൈഹി പറഞ്ഞത് സുബൈരി മസ്കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വൽ ഹർവിയോ ഫിൽ അസ്റാഫ്, അസ്റാഫിൽ ഹർവിയും അങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. വൽ ഉബാദിയോ ഈ ആദാബിൽ ഖവാരി അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാ ഖാല, എന്താണ് ന്യായം? ഈ അന്നശാത്ത ഫി ഹാലി ഹയാത്തിഹ, ജീവി ആ ജീവിന്റെ അതേ അവസ്ഥയിൽ അത് മുഹറമത്തുൻ, അതെന്താണ്, മുഹറമത്താണ്, ഹറാമാക്കപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ അത് ഹറാമാക്കുക എന്ന അസിലുകൊണ്ട് പിടിക്കും. ഇലാ അൻ യതഹഖഖ സവാലുഹു, ആ തഹരീം നീങ്ങി എന്ന് ഉറപ്പ് വരെ ആ തഹരീം കൊണ്ടെന്താണ് അസിലാക്കി പിടിക്കും. അതുകൊണ്ടാണ് ഈ വിഷയമൊക്കെ പറയുന്നത്. ഇനി മറ്റൊരു മസല, ഇഷ്തറമായി, ഒരാൾ വെള്ളം വാങ്ങി, വദ്ദഅ നജാസതഹു, എന്നിട്ട് പറയുന്നു നീ തന്ന വെള്ളം നജീസായ വെള്ളമെന്ന് വാദിച്ചു. യറുദ്ദു, അത് അവൻ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വാദിച്ചതാ. അപ്പൊ ഇവിടെ ആർതെടുക്കും? ഫൽ ഖൗലു ഖൗലുൽ ബായിഇ, വിറ്റാണ് പറയുന്നത് അങ്ങനെയല്ല, തൂറായ വെള്ളം തന്നെയാണെന്ന്. അപ്പൊ ആളെ വാദം സ്വീകരിക്കും. എന്താ കാരണം? ഈ അന്നൽ അസ്ല ത്വഹാറത്തുൽ മായി, അവിടെ അസ്ല എന്താണെന്നറിയാം, വെള്ളം ശുദ്ധിയാവുക എന്നുള്ളത്. അപ്പൊ ഇവൻ വാങ്ങിയ വെള്ളം ശുദ്ധി തന്നെ വെക്കാം. ഇനി ഇദ്ദഅത്തുർ റജഇയ്യത, റജഇയ്യത്തു, റജഇയ്യായ തലാഖിൽ ഇരിക്കുന്ന പെണ്ണ് വാദിച്ചു, ഇംതിദാദ തുഹർ, ശുദ്ധി നീണ്ടു നിൽക്കുകയാണ്, വ അദ്മ ഇൻഖിലാദിൽ ഇദ്ദ, ഇദ്ദ കഴിഞ്ഞിട്ടില്ല എന്നും ഇങ്ങനെ വാദിച്ചു. എന്നാ സുദ്ദിഖത്ത്, അവളെ വാസ്തവമാക്കപ്പെടണം. എന്നിട്ട് പോലഹൻ നഫഖത്തു, അവർക്ക് ചെലവ് കൊടുക്കുമ്പോൾ ഈ അന്നൽ അസ്ല വഖാഉഹ, കാരണം അവളുടെ ആ ചെലവ് അവൾക്ക് ശേഷിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും, അതുകൊണ്ടാണ് കൊടുക്കണം എന്ന് പറഞ്ഞത് ഈ വാദത്തിൽ. വക്കല ശഖ്സൻ, ഈ ഒരു വ്യക്തിയെ ഒരാൾ ഏൽപ്പിച്ചു, ഈ സറായി ജാരിയത്തിൽ ഒരു അടിമ സ്ത്രീയെ കൊള്ളാൻ വേണ്ടി ഏൽപ്പിച്ചു. അപ്പൊ വസഫഹ, ഇന്ന അടിമയായിരിക്കണം, സുന്ദരിയായിരിക്കണം, തടിച്ചതായിരിക്കണം, ആരോഗ്യം വേണം എന്നീ വിശേഷണം ഇങ്ങനെ പറഞ്ഞു ചെയ്തു. അങ്ങനത്തെ ഒരു അടിമ വാങ്ങാൻ ഏൽപ്പിച്ചു. അങ്ങനെ ഫസ്തറൽ വക്കീൽ ജാരിയത്തൻ ബിസിഫത്തി, മുവക്കില് പറഞ്ഞ വിശേഷണം മൊത്തം ഒരു അടിമ സ്ത്രീയെ ഏറ്റ ആള് വാങ്ങി കൊണ്ടുവരും ചെയ്തു. അപ്പൊ മാത്ത ഖബില അൻ യുസല്ലിമഹ ലിൽ മുവക്കിൽ, വക്കീല് മുവക്കിലേക്ക് ആ ജാരിയത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. അത് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് വക്കീൽ അങ്ങ് മരിച്ചും ചെയ്തു. ഇനി എന്ത് ചെയ്യും? ഇവിടെ മസ്അല ലം യഹില്ല ലിൽ മുവക്കിലി വതൂഹ, ഇനി ആ ജാരിയത്തിനെ
സംയോഗം ചെയ്യാനുള്ള അധികാരം വക്കീലിന് പറ്റൂല. എന്തുകൊണ്ട്? ഇപ്പൊ മരിച്ചല്ലോ വക്കീൽ, ഇവിടെ വക്കീല് ആ അടിമ സ്ത്രീ വാങ്ങിയത് അവന്റെ സ്വന്തം നഫ്സിന് ഉപയോഗിക്കാൻ വേണ്ടി ആയിക്കൂടെ? അങ്ങനെ വക്കീലാണ്ട് കാര്യമില്ലല്ലോ, അങ്ങനെ വരാനോ? വക്കീൽ ജാരിയത്ത് ബിസിഫാത്തി അൽ മുവക്കൽ ബിഹാ ലാഹിറൻ ഫിൽ ഹല്ല്. വക്കീല് വിശേഷണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതായ രീതിയിലുള്ള അടിമസ്ഥനെ വാങ്ങി. ആ വാങ്ങല് മുവക്കിലിന് ലാഹിറനുസരിച്ച് നമുക്ക് അനുവദനീയമാണ്. എന്നിരുന്നാൽ പോലും സംഭവം ഇങ്ങനെ വരാം. എങ്കിലും ഇവിടെ അടിസ്ഥാനം നോക്കുമ്പോൾ എന്താ ഹറാമാക്കാനല്ലേ വരിക? വക്കീല് വരച്ചു കൊടുത്ത് ഇങ്ങനെ ദക്കറോഹിൽ ഇഹിയായി വരച്ചു നോക്കുക ഇങ്ങനെ കാണാം. അങ്ങനെ ഇഹിയാവിലൂടെ എന്ന കിതാബിൽ കാണുന്നുണ്ട്. ഖായിദത്ത്, ഇതൊരു ഖായിദയാണ്. അൽ അസ്ലു ബറാഅത്തു ദിമ്മത്തി. അസ്ലാണ് സംസാരം, ഖുർആനല്ല. അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ ഏതൊരു മനുഷ്യന് ഉത്തരവാദിത്വം ഒഴിവാകാനാണ് അസ്ല്. അതുകൊണ്ട് ഒരു കാരണം കൊണ്ട് ലം യുഖ്ബൽ ഫീ ശുഅരി ദിമ്മത്തി, ഉത്തരവാദിത്വ ജോലിയിൽ ഷാഹിദും വാഹിദും, ഒരാൾ സാക്ഷി നിൽക്കാൻ സ്വീകരിക്കപ്പെടുമോ? ഇല്ല. മാനൻ യുഅ്തമദ് ബി ആഖറ, വേറൊരു സാക്ഷിയെ കൊണ്ട് ഈ സാക്ഷിക്ക് ശക്തി നൽകപ്പെടണം. അതില്ലാത്ത കാലത്തോളം പറ്റൂല. അല്ലെങ്കിൽ ലോ യമീൻ മുദ്ദഇ, അല്ലെങ്കിൽ വാദിക്കുന്ന ഒരാളുണ്ട്, ആ വാദിക്കുന്നവന്റെ സത്യം ഇത് വരണം, അതിന് നടക്കൂലാണ്. വനിത അക്കാരണം കൊണ്ടായതും വീണ്ടും പറയട്ടെ, കാനൽ ഖൗലു ഖൗലൽ മുദ്ദഅി, അവിടെ വരുമ്പോ മുദ്ദഅയുടെ വാക്ക് സ്വീകരിക്കും. എന്തുകൊണ്ട്? ലിമുവാഫഖതിഹി അൽ അസ്ല, അവന്റെ വാദമാണല്ലോ വാക്കാനുള്ള അസ്ലിനോട് യോജിച്ചത്. അതുകൊണ്ട് മുദ്ദഇയുടെ വാക്ക് തള്ളിയിട്ട് മുദ്ദഅയുടെ വാക്കെടുക്കും. മുദ്ദഅി കൊടുത്തു എന്ന് പറയാം, മുദ്ദഇ തന്നിട്ടില്ല എന്ന് പറയാം. അസ്ല് പറയാതു ദിമ്മത്തല്ലേ, അപ്പൊ അസ്ലിനെ പിടിക്കും. ഒബിദാനിക്ക് പുറമെ ഈ ഖായിദിൽ കുറെ ശാഖകൾ കിട്ടും. എന്താ ശാഖകൾ? മിൻഹ, ആ ശാഖയിൽ പെട്ടതാണ് ഇഖ്തലഫ ഫീ ഖീമത്തിൽ മുത്ലഫി, ഒരു വസ്തു നശിപ്പിക്കപ്പെട്ടു. ആടാവാം, പോത്താവാം, കിതാബാകാം, വീടാവുന്ന നശിപ്പിക്കപ്പെട്ടു. ആ നശിപ്പിക്കപ്പെട്ടതിന്റെ വിലയിൽ തർക്കിക്കാണ് രണ്ടാളും. ഹൈസു തെജ്ബു ഖീമത്തുഹു അലാ മുത്ലിഫിഹി, എവിടെ? ആ നശിപ്പിക്കപ്പെട്ട വസ്തുവിന്റെ വില ആരാണോ നശിപ്പിച്ചത് അയാളെ മേൽ നിർബന്ധമായി വരുന്നോർത്താണ് ഈ തർക്കം. അവിടെ തർക്കം വന്നു. അതിപ്പോ ആരാണ്? കൽ മുസ്തഈരി, വായ്പക്ക് വാങ്ങിയ ആള്. വൽ മുസ്താമി വൽ വാസിബി, അതുപോലെ തന്നെ വില പറഞ്ഞു വാങ്ങിയ ആളോ നോക്കണം. വൽ വാസിബി, കവർച്ചക്കാർ, ഇവരൊക്കെയാണ്. വൽ മൂദിഇ അൽ മുതഅദ്ദി, അതിർത്തി വിട്ട് കിടന്ന് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആള്. ഇവരൊക്കെ നശിച്ചാൽ കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ തർക്കം വരികയാണ്. എന്നാ ഫൽ ഖൗലു ഖൗലു ഗാരിബ്, ആരാണോ കടക്കാരനെങ്കിൽ ആ കടക്കാരനായ ആളെ വാക്ക് സ്വീകരിക്കും. കാരണം അന്നൽ അസ്ല, അവിടെ അടിസ്ഥാനപരമായ വാദം ബറാഅത്തു ദിമ്മത്തി മിമ്മാ സാദ, അവൻ എത്രയാണോ അധികമാക്കി പറയുന്നതെങ്കിൽ ആ അധികമാക്കി പറയുന്ന കാര്യത്തെ തൊട്ട് ഇവന്റെ ഉത്തരവാദിത്വം ഒഴിവായി എന്നുള്ള അസ്ലാണ്. ഇതൊരു പറവ്. ഇനി വേറൊരു പറവ് പറയട്ടെ. തവജ്ജഹത്തിൽ യമീനു അൽ മുദ്ദഅ അലി, മുദ്ദഅ അലിയുടെ മേൽ എന്തായി? സത്യം നേരിട്ട് വന്നു, കേടായിട്ട്. ഫനുക്കില, അങ്ങനെ അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ലാ യഖുല്ലാ ബി മുജറദി നുഖൂലിഹി, അവൻ ശിക്ഷിച്ചു എന്നത് കാരണം കൊണ്ട് അത് വീട്ടപ്പെടാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? അതിന് വീട്ട പരിപാടി ഇവിടെ ഇല്ല, ശിക്ഷ നടപ്പാക്കി എതിരായതുകൊണ്ട് അത് വീട്ടൂല. കാരണം അന്നൽ അസ്ല ബറാഅത്തു ദിമ്മത്തി, അവന്റെ ഉത്തരവാദിത്വം ഒഴിവായി എന്നല്ലേ അസ്ല്, അത് പിടിക്കും. ബൽ തുറന്നു അൽ മുദ്ദഇ, ഇതിനെ
മുദ്ദയുടെ മേലിൽ എന്താണ് വെളിവാക്കപ്പെടും, അല്ലാതെ ഇവന്റെ മേലിലെന്താണ് അവിടെ മുദ്ദയ്ക്ക് നഷ്ടം പറ്റും. ഫുറൂയിൽപ്പെട്ടതാണ് എന്ത് കടം കൊടുക്കുമ്പോൾ ചില വചനങ്ങളുണ്ട്. ആ വചനത്തിൽപ്പെട്ട സീറയിൽപ്പെട്ടതാണ് മല്ലകുത്തുക്കഹു അല അൻ തറുദ്ദ ബദലഹു. നിനക്ക് ഞാൻ ഇതിനെ ഉടമയാക്കി തന്നു, അതിന് പകരം നീ തിരിച്ചു തരണം എന്നതിന് മേൽ. ഇത് സീറയാണ്. അങ്ങനെ വലകുത്തലഫാബി ദിക്കിൽ ബദൽ, ബദല് പറയുന്നവർക്ക് രണ്ടുപേരും തർക്കത്തിലായി. പകരം ഇന്നത് പകരം ഇന്നത് തർക്കം. ആരാണ് പിടിച്ചത്, ആ പിടിച്ച അടവാക്കാൻ സ്വീകരിക്കാം. കാരണം അയാൾ അടിസ്ഥാനം താലി അന്നല്ലത്തിന്റെ പറാത് ദിമ്മത്തി, അവന്റെ ഉത്തരവാദിത്വം ഇങ്ങോട്ടുള്ള അടിസ്ഥാനം. അപ്പൊ പിന്നെ പിടിച്ച അളവാക്കെടുത്തിട്ട് അത് കൊടുക്കാറുണ്ട്. ഫുറൂയിൽപ്പെട്ടതാണ് ലൗകാൽ ജാനി, അക്രമിയായ ഒരാൾ പറയാണ് എന്ത് ഹാക്കഥ അവലഹത്തു, ഞാൻ ഇങ്ങനെയാണ് അവനെ മുറിയാക്കിയത്. വക്കാൽ മജ്നി അലിഹി, എന്നാ മജ്നി അലി പിന്നെ മജ്നി അലി എന്ന് പറഞ്ഞാല് അക്രമം ഏറ്റാണ് പറയാം. വല്ല ഔലഹത്വം മോദിയാക്കേനി, ഇത് 2 വട്ടത്തായിട്ടാണ് എന്നെ മുറിയാക്കി തലച്ചോറിന്റെ ഭാഗത്തുള്ള മുറിയായിട്ടാണ് 2 വട്ടം മുറിയാക്കിയിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ റഫഅത്തുൽ ഹാജിസ ബൈനഹുമാണ്. 2 മുറി ഉണ്ടായപ്പോ 2 മുറിക്കൊരു ഇടണ്ടായി, ആ ഇട ഞാൻ ഉയർത്തിക്കളഞ്ഞതാണ്. അപ്പൊ ഒന്നുള്ളൂ അപ്പൊ മറ്റാളെ വാദം, ഇയാൾ 2 വാദിക്കണം. ആ സുദ്ദിക്കൽ ജാനി, ആരാണോ അക്രമി, ആ അക്രമി പറഞ്ഞ വാക്കെന്താ അതെടുക്കേണ്ടത്, അവനെ വാദം സ്വീകരിക്കാം. ഈ അന്നൽ അസ്ല ബറാഹു ദിമ്മത്തി, ഇവിടൊക്കെ അവന്റെ ഉത്തരവാദിത്വം ഒഴിവായി കിട്ടണം. അപ്പൊ ഒന്ന് പറഞ്ഞിട്ട് അതിന് പരിഹാരം കാണാണ്. ഇനി ലത്തീഫത്തുനിന്ന് ഒരു ലത്തീഫായ മസ്തലയാണ്, ആർക്കും പെട്ടെന്ന് അത് കിട്ടൂല, നിഗൂഢമായി കിടക്കുന്നതാണ്, ആലോചിക്കന്നെ വേണ്ടി വരും. എന്താണ് ആ നിഗൂഢമായി കിടക്കുന്നത്? ഖാലബിന് സ്വാഇ ഫീമാ നഖൽതുഹു ഫീ ഖത്തിഹി, അദ്ദേഹത്തെ എഴുതിയ വരയിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ച കാര്യം, ആ ഉദ്ധരിച്ച കാര്യത്തിൽ ഇബ്നു സ്വാഇ പറയാണ് എന്ത് നവീറു ഖൗലി ഫുഖഹായി, ഫുഖഹാക്കൾ പറയുന്നൊരു വാക്കുണ്ട്. എന്താ ഫുഖഹാക്കൾ പറയുന്നൊരു വാക്ക്? ഇന്നൽ അസ്ല ബറാഅത്തു ദിമ്മത്തി ഫലാ യഖ്ബ ഷാഹിദു അലാ സുഗ്രിഹ മാ ലൻ യഅ്തദിദ് ബിസബബിൻ ആഖറ. അടിസ്ഥാനപരമായി പറഞ്ഞ ഉത്തരവാദിത്വം ഒഴിഞ്ഞു കിട്ടലാണ്. അപ്പോ ആ ഉത്തരവാദിത്വം ജോലിയാകുന്നതിന് മേലിൽ ഒരാൾ സാക്ഷിന്റെ ശക്തിയാകൂല, മറ്റൊരു കാരണം കൊണ്ട് അതിന് ശക്തി കിട്ടണം എന്നെങ്കിലും ആകുള്ളൂ. ഇത് അസിലാണ്, മുക്കാക്കൾ പറഞ്ഞൊരു അസിലാണ്. ഈ അസില് പോലെ തന്നെയാണ് ഖൗലുൻ നുഹാത്തി, നഹ്വികൾ പറയുന്ന വാക്കും. എന്താ നഹ്വിയാക്കൾ പറയുന്ന വാക്ക്? അൽ അസ്ലു ഫിൽ അസ്മാഇ, അസിലാണ് ചർച്ച, എല്ലാത്തിലുണ്ട് അസില്. ഇസ്മുകളിലൊക്കെ പരിശോധിച്ചാൽ അടിസ്ഥാനം അസ്വറഫു, അത് ഇറാവ് മാറി വരുന്നതനുസരിച്ചൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ട് അവിടെ ഒരു മുൻസരിഫാവാതെ മുൻസരിഫായിട്ട് വരലാണ്. ഇനി യഖ്വ സബബും വാഹിദുൻ അലാ ഖുറൂജി അൻ അസ്ലി, ഇനി ഇസ്മ ആ സുർഫ് അതിന്റെ അസ്ലിനെയും വിട്ടിട്ട് എന്തായി പുറത്തു പോവുകയാണ്. അങ്ങനെ പുറത്തു പോകുന്നതിന് മേലൊരു കാരണം വരും, ആ ഒറ്റ കാരണം ശക്തിയാവും. വേറൊരു കാരണം കിട്ടണം, അങ്ങനെ കിട്ടുമ്പോ ശക്തി വരും. ആ ശക്തി കിട്ടുന്നത് വരെ എന്താകൂല, ഒരു കാരണം കൊണ്ട് ശക്തിയാകൂല. അപ്പൊ മുൻസരിഫായ വേറെ മുൻസരിഫായി വരണമെങ്കിൽ 2 കാരണം ഉണ്ട് എന്നർത്ഥം. ഇതൊരു അസ്ലാണല്ലോ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ഖായിദയുണ്ട്, ആ ഖായിദ പിന്നെ എടുക്കാം.